ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേൾഡ് ടു വേൾഡ് എന്ന TV-യിലൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവവിളിയെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ പ്രേക്ഷകരുടെ മുമ്പിലും ഇതിൻ്റെ ചുമതലക്കാരായ ആളുകളുടെ മുമ്പിൽ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ മനോഹരൻ എന്നാണ്. കള്ളിക്കാട് പഞ്ചായത്തിൽ ഇടവാച്ചൽ എന്ന പ്രദേശത്താണ് ഞാൻ പാർക്കുന്നത്. എനിക്ക് ഭാര്യയും 2 പെൺമക്കളും ഉൾപ്പെടുന്നതാണ് എൻ്റെ കുടുംബം. ഭാര്യ ഹൗസ് വൈഫാണ്. ഞങ്ങൾ ശുശ്രൂഷയിൽ ഒരുമിച്ച് കർത്തൃവേലയിലായിരിക്കുന്നു. എൻ്റെ മൂത്ത മകൾ MBBS-ൻ്റെ 5ാം വർഷം പഠനം കഴിഞ്ഞ 6ാം വർഷത്തെ സ്റ്റുഡൻ്റാണ്, വിദേശ രാജ്യത്ത് പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ ആർക്കിടെക്ട് BArch കഴിഞ്ഞ് ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം. എൻ്റെ പഴയ കാല അനുഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് യേശു കർത്താവിനെ അറിഞ്ഞ് ദൈവസ്നേഹത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് ഹിന്ദു ഫാമിലി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ളൊരു ഹിന്ദു ഫാമിലി അല്ല. ഭയങ്കര ആഴമേറിയ വിശ്വാസത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ ഫാമിലി. എൻ്റെ പിതാവ് പാരമ്പര്യ ഹൈന്ദവ കുടുംബത്തിലെ ആളും, അമ്മ രഹസ്യമായി മാത്രം പള്ളിയിൽ പോവുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. വിവാഹം ഹൈന്ദവ രീതിയിൽ നടന്നു. അങ്ങനെ ഞങ്ങൾ 4 മക്കളുണ്ടായി. 3ാമത്തെ ആളാണ് ഞാൻ. എനിക്കൊരു മൂത്ത ജ്യേഷ്ഠനും രണ്ടാമത്തത് ഒരു സഹോദരിയാണ്. 3ാമത്തെ ആൾ ഞാൻ, 4ാമത്തെ ആൾ അനുജനാണ്. ഞങ്ങൾ 3 ആണുങ്ങളും ഒരു സഹോദരിയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ വർഷങ്ങളോളം ഹൈന്ദവ പാരമ്പര്യത്തിൽ ജീവിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും രോഗങ്ങളും ഭാരങ്ങളൊക്കെ വരുമ്പോൾ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം മന്ത്രവാദവും പൂജയും കർമ്മങ്ങളും ഒക്കെ നടത്തി ആ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയവരാണ്. പക്ഷേ രഹസ്യമായിട്ട് മാത്രം പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഈ ദൈവസ്നേഹത്തിലേക്ക് വരാനായിട്ട് മുഖാന്തരമായി തീർന്ന അനുഭവങ്ങൾ. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം എന്ന് പറഞ്ഞാൽ നെയ്യാർഡാം ഹൈസ്കൂളിലാണ് ഞാൻ 1ാമത്തെ ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുകയുണ്ടായത്. തുടർന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നടത്തി. അതേ തുടർന്ന് അഗ്രികൾച്ചർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ തന്നെ ദൈവത്തെ അറിയേണ്ട ചില മുഖാന്തരങ്ങളൊക്കെ ദൈവം മുമ്പിൽ കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ലോക ഇമ്പങ്ങളിൽ അന്നത്തെ യൗവന പ്രായത്ത് കൂട്ടുകാരുമൊത്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാന പശ്ചാത്തലം. സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഞങ്ങൾ അക്കറയിസോ അനുഭവത്തിലായിരുന്നു. എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസ സമയത്താണ് ഞങ്ങളുടെ നാട്ടിലൊരു CSI ചർച്ച് വരികയും പലരുടെയും നിർബന്ധപ്രകാരം ആ ചർച്ചിൽ പോകാൻ തുടങ്ങി. പോയെങ്കിലും ക്രിസ്തീയ വിശ്വാസമൊന്നും അകത്തില്ല. നാമധേയത്തെ അനുഭവത്തിലാണ് ഞങ്ങളങ്ങ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ മാതാവിന് പെട്ടെന്നൊരു രോഗം ബാധിച്ചു. 8 വർഷം കൊണ്ട് 9 ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഹാർട്ടിൻ്റെ വാൽവിനൊക്കെ കംപ്ലൈൻറ്റ് വന്നു. എന്നാൽ എൻ്റെ പിതാവ് ആ സമയത്തൊക്കെ മന്ത്രവാദത്തിലും ആഭിചാരത്തിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ പിന്നെ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന അതേ അനുഭവങ്ങളിലേക്ക് കുറച്ച് വിശ്വാസമൊക്കെ എൻ്റെ പിതാവിന് വന്നു. ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ പിതാവിനെ നിർബന്ധിച്ചാലും ദൈവാലയത്തിൽ വരികയോ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. കാലാന്തരത്തിൽ എൻ്റെ പിതാവും ദൈവാലയത്തിലേക്ക് വരുവാനും ഒക്കെ ഇടയായി. അപ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോകുമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തു വിശ്വാസമകത്തില്ല. ഒരു മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കകത്ത് ഒതുങ്ങിക്കൂടി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ നടുവിലാണ് റബ്ബർ ബോർഡിൻ്റെ ഒരു സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ലഭ്യമാകുവാനും ആ ജോലിയെ തുടർന്ന് 9.5 വർഷക്കാലം ഒരു റബ്ബർ ബോർഡിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഇതിനിടയിൽ 2004 ഒക്ടോബർ മാസം ലവ് ആർമി ക്രൂസൈഡ് എന്ന് പറയുന്ന മിഷണറി സംഘടനയുടെ പരിശുവയ്ക്കൽ എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ എൻ്റെ സുഹൃത്തായ എൻ്റെ കൂടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജൊക്കെ പഠിച്ച് കർത്തൃവേലയുടെ മുഖത്ത് ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബ്രദർ ക്രിസ്തുദാസ് എന്ന് പറയുന്ന ദൈവദാസൻ എന്നെ
നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാമത്തെ ദിവസം ആ ശുശ്രൂഷയിലേക്ക് പങ്കാളിയായിത്തീരുന്നത്. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറി. കാരണം പാരമ്പര്യ CSI ആരാധനകളിലൊക്കെ പങ്കെടുത്തിരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരാത്മീക വഴിത്തിരിവിന് ആ ദിവസം എനിക്ക് കാരണമായി തീർന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ വളരെ ശക്തമേറിയ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടക്കുന്ന ഒരു അനുഭവം ഞാൻ കാണാനിടയായി. പക്ഷേ ഞാൻ വിചാരിച്ചു അത് പരിശുദ്ധാത്മാവാണോ എന്താണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ വചനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈ ജനം ഇവിടെ ആരാധിക്കുന്നത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ എനിക്കും ആ അഭിഷേകം വേണം, എനിക്കും ആ നിയോഗം വേണം. അങ്ങനെ പ്രാർത്ഥിക്കാനിടയായി. പക്ഷേ കുറേ കഴിയുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി, നിന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ഞാനങ്ങനെ ഞാനിരുന്ന ഇരിപ്പിടം വിട്ട് കസേര വിട്ട് നിലത്ത് വിരിച്ചിരുന്ന ഷീറ്റിൽ ഇറങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാത്ത ഒരു വ്യത്യസ്തമായ അനുഭവം എന്നെ ഫീൽ ചെയ്തു. എൻ്റെ കണ്ണുകൾ അടഞ്ഞു. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി ഞാൻ നിസ്സാരമെന്ന് കണ്ട പാപപ്രവൃത്തികളൊക്കെ ദൈവം ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ, ഒരു സിനിമ കാണുന്നത് പോലെ എൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്താനിടയായി. കാരണം അത്തരത്തിൽ ദൈവഹിതമില്ലാത്ത വഴികളിലൊക്കെ നടന്ന അനുഭവങ്ങളുണ്ട്. എൻ്റെ കോളേജ് ജീവിതത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ ഈ കായിക അഭ്യാസം പഠിക്കാനൊക്കെ പണം ചിലവാക്കി പിതാവ് ഞങ്ങളെ അതിനുവേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യം, കായിക ബലം ഇതൊക്കെയാണ് വലുതെന്ന് ചിന്തിച്ചു. പിന്നെ കോളേജ് തലത്തിൽ വന്നപ്പോൾ കൂട്ടുകാരുമായി ചേർന്ന് കരാട്ടെ ഫീൽഡിൽ പോയി. അതിൻ്റെ ബ്ലാക്ക് ബെൽറ്റ് വരെയൊക്കെ പഠിച്ച് അങ്ങനെ അപ്പോൾ കായിക അഭ്യാസമാണ് എൻ്റെ ജീവിതത്തിൽ പ്രധാനമെന്ന് ചിന്തിച്ച് നടന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ആ ദിവസത്തിൽ ഞാൻ ചെറുതും വലുതുമായി ചെയ്തു കൂട്ടിയ പാപപ്രവൃത്തികളെക്കുറിച്ച് ദൈവം എന്നോട് ഇടപെട്ടു. ഞാനൊരു കാഴ്ച കാണുന്നത് പോലെ ഇതെല്ലാം എൻ്റെ മുമ്പിൽ കൂടി വരാൻ തുടങ്ങിയപ്പോൾ ഞാനിരുന്ന് കരയാൻ തുടങ്ങി. ഒരു കുഞ്ഞ് കരയുന്നത് പോലെ ദൈവസന്നിധാനത്തിൽ ഇരുന്ന് കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരേ സമയങ്ങൾ ആ പ്രാർത്ഥന നീണ്ടു. കണ്ണ് തുറക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. ആ നിലവാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭാരങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ഞാൻ ഫീൽ ചെയ്യാനിടയായി. ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്ത് നിലത്തിട്ടാൽ എങ്ങനെ ചേർന്നിരിക്കുമോ അതുപോലെ ഞാൻ ഭാരമില്ലായ്മ, ഒരു ബലൂണ് കാറ്റ് നിറച്ച് പറത്തി വിടുന്നത് പോലെ ഒരു ഫീലിംഗ് എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ അന്ന് വരെയും ചുമന്ന പാപഭാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധമാക്കാനിടയായി. ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അങ്ങനെ ഒരു നീതീകരണം ലഭ്യമായി. കുറേ കഴിയുമ്പോൾ അവിടെ ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ ആ പ്ലാറ്റ്ഫോമിൽ കയറി. 500-800ഓളം പേര് വരുന്ന ഒരു ജനം അതിനകത്തുണ്ട്. ഞാനൊരു 7ാമത്തെ 8ാമത്തെ റോയിലിരിക്കുകയാണ്. ആ ദൈവദാസൻ കയറിയ ഉടനെ തൻ്റെ വിരൽ ചൂണ്ടിയത് എൻ്റെ നേർക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിന്നെ ദൈവം ഇന്നിവിടെ കൊണ്ടുവന്നതാണ്, നിൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ചൂണ്ടി അദ്ദേഹം ഈ ദൂത് വിളിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ കണ്ണുകളടഞ്ഞു, കരങ്ങൾ കോർത്ത് പിടിക്കുന്ന അനുഭവമുണ്ടായി. ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ ഇറങ്ങി വരാനിടയായി. അതുവരെ എനിക്ക് നിയന്ത്രിച്ചിരിക്കാൻ പറ്റും, പക്ഷേ നിയന്ത്രണമില്ലാത്ത രീതി ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എൻ്റെ മേൽ വെളിപ്പെട്ടു. എനിക്ക് ഭയങ്കരമായ സന്തോഷമായി. ഒത്തിരി സമയം ഞാൻ ആത്മാവിൽ ആരാധിച്ചത് ഞാൻ ഓർക്കുകയാണ്. അടുത്ത ദിവസവും ഞാൻ അതേപോലെ ആ മീറ്റിങ്ങിന് വന്നു. അന്ന് പുതുഭാഷകളാൽ ദൈവം എന്നെ നിറച്ചു. അങ്ങനെ തുടർമാനമായ 5 ദിവസങ്ങൾ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അങ്ങനെ ആ ശുശ്രൂഷയുടെ 20 ദിവസങ്ങളാവുകയാണ്. ഞാൻ ഈ 15 മുതൽ 20 വരെയുള്ള 5 ദിവസങ്ങൾ പങ്കെടുത്തു. ആ തീരുന്ന ദിവസം ഒരു ഞായറാഴ്ചയാണ്. ഞാനന്ന് CSI പള്ളിയിലെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കാലം. അവിടെ ഇരുന്ന് ശുശ്രൂഷകനിടെ പറഞ്ഞു, ഞാൻ അനുഭവിച്ചതായ ഈ ദൈവിക സ്നേഹവും സന്തോഷവും എനിക്കൊന്ന് സാക്ഷ്യമായിട്ട് സഭയിൽ പറയണം. അദ്ദേഹം പറഞ്ഞു, സാക്ഷ്യം മാത്രമാകേണ്ട, പ്രസംഗിക്കാൻ കൂടി പറഞ്ഞു. എന്തായിരുന്നു, ഞാൻ അവിടെ ഇറങ്ങി നിന്ന് ആ സഭയിൽ ജനത്തിനിടയിൽ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു, പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അത് കഴിയുമ്പോൾ പലരും മുഖത്തോട് മുഖമൊക്കെ നോക്കി പറയാൻ തുടങ്ങി, ഇവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഇവൻ്റെ ശക്തിയും ഈ സാക്ഷ്യവുമൊക്കെ 3 വെള്ളിയാഴ്ചയെ നീളത്തുള്ളൂ. കാരണം അവരത് പറയുന്നത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവരുടെ കൺമുമ്പിലാണ് ഞാൻ ഈ അനുസരണക്കേടുകളൊക്കെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ശൗൽ മാനസാന്തരപ്പെട്ടിട്ടും ശൗലിൻ്റെ ആ രൂപാന്തരത്തിൽ പലർക്കും വിശ്വാസം വരാത്തതുപോലെ എന്നെക്കുറിച്ചും അവർക്കൊരു വിശ്വാസം വന്നില്ല. എന്ന ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് 20 വർഷങ്ങൾ കർത്തൃവേലയുടെ മുഖത്ത് തികയ്ക്കുവാൻ ദൈവം കൃപയാൽ സഹായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. തുടർന്ന്
ആ അനുഭവങ്ങളിൽ മുമ്പോട്ട് പോയി ഞങ്ങൾ 2 സഹോദരങ്ങൾ ചേർന്ന് ദേശത്ത് പലയിടത്തുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങി. ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നത്, പൈശാചിക ബന്ധനങ്ങൾ അനേകം വരെ സ്വാതന്ത്ര്യം നൽകി ദൈവം പിടിപ്പിക്കുന്നതൊക്കെ കണ്ണാൽ കാണാനിടയായി. പലരുടെ രോഗശക്തികൾ, മുഴകൾ മാറിപ്പോകുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ സൗഖ്യമാകുന്നത്, ഇങ്ങനെയുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ അവിടെ കണ്ടു. ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ ആരുടെ കഴിവല്ല, പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമായി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 21 നാളുകളൊക്കെ ദൈവത്തിൽ നിന്ന് ഉപവസിക്കാൻ തുടങ്ങി. 11 പ്രാവശ്യം ദൈവകൃപയാൽ 21 നാളുകൾ ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ലവ് ആർമി ക്രൂസൈഡിൻ്റെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പവർ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. ആ കോൺഫറൻസാണ് എൻ്റെ സുവിശേഷ വേലയുടെ ആത്മീക അടിത്തറ എന്ന് പറയുന്നത്. ക്രമമായിട്ടുള്ള വചന പഠനം, പരിശീലനങ്ങൾ ഒക്കെ അതിനകത്തുനിന്ന് സിദ്ധിച്ചു. ആ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങളിതിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലർ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയ ശുശ്രൂഷകൾ പിന്നെ അത് വിശാലമാകാൻ തുടങ്ങി. അവിടെ വെച്ച് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ സുവിശേഷം പറയാം, എങ്ങനെ ദൈവസ്നേഹത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാം, എങ്ങനെ ദൈവകൃപയുള്ളവരാക്കി ജനത്തെ മാറ്റാൻ പറ്റും, ഇങ്ങനെ അടുക്കും ചിട്ടയുമായിട്ട് 10 ദിവസത്തെ പഠന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉളവാക്കാനിടയായി. അങ്ങനെ ധാരാളം ശുശ്രൂഷകൾ, പലയിടത്തും ഉപവാസ പ്രാർത്ഥനകൾ, കൺവെൻഷയോഗങ്ങൾ, നിരവധി ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം പലയിടത്തും നിർത്തി. ആ 10 ദിവസം ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുകയാണ് ദൈവം തന്ന കാഴ്ചകൾ. പല തരത്തിലുള്ള മൈക്കുകൾ വച്ച് ഞാൻ പ്രസംഗിക്കുന്ന ദർശനം ദൈവം എനിക്ക് തന്നു. അതിൻ്റെ പൊരുളെന്താണെന്ന് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പലതരത്തിലുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത്, പല ഭാഷക്കാരുടെ ഇടയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ പല ഭാഷകളിലേക്ക് അത് തർജ്ജനം ചെയ്യുന്നതൊക്കെ ഞാൻ കാണാനിടയായി. വയലേലകളിൽ എന്നെ ദൈവം കൊണ്ടുപോകുന്നത്, പല സ്റ്റേജുകൾ നിർത്തുന്നത്, ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കണ്ടു. പക്ഷേ അതിൻ്റെ പൊരുളെന്താണെന്ന് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. നാളുകൾ കഴിയുമ്പോൾ അന്ന് ദൈവം നിറച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കൃപകളാലും ദൈവം അനവധി ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കാനിടയായി തീർന്നു. ഒരു സമയത്ത് മന്ത്രവാദികൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മന്ത്രവാദം ചെയ്ത് കോഴിയുടെ കഴുത്തും കണ്ടിച്ച് രക്തമൊക്കെ ഒലിപ്പിച്ച് മന്ത്രവും പൂജയൊക്കെ ചെയ്ത് പണവും വാങ്ങി ഇതൊക്കെ ആയിട്ട് പോകുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദൈവകൃപയിൽ വന്നതിന് ശേഷം മന്ത്രവാദിയുടെ കുടുംബത്തിൽ ചെന്ന് മന്ത്രവാദിയുടെ മകളിലിരുന്ന ദുരാത്മാവിനെ പുറത്താക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്. ബൈബിളിൽ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ പിശാച് വരുന്നില്ല, എന്നാൽ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ ഈ ജീവിക്കുന്ന ദൈവത്തെ ശരിക്കറിയാത്ത വ്യക്തിയാണെങ്കിൽ ദൈവസന്നിധാനത്തിലേക്ക് അനുദപിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങയുടെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ നിശ്ചയമായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ദൈവം നിറയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. പരിശുദ്ധാത്മാവ് ചില സഭക്കാർക്ക് വേണ്ടി തീരെഴുതി കൊടുത്തതല്ല, ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ദൈവത്തെ അറിഞ്ഞ് വരുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. റോമർക്കെഴുതിയ ലേഖനം 8:9 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലേക്ക് വന്നാൽ നിങ്ങൾ ഓരോരുത്തരെയും ഈ കൃപയുടെ ശക്തിയാൽ ദൈവം നടത്തി പരിപാലിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ കർത്താവിൻ്റെ വേലയിലേക്ക് ഞാൻ പ്രവേശിക്കാനിടയായി. ആ 10 ദിവസ ക്യാമ്പ് എൻ്റെ ജീവിതത്തിൽ വലിയ എനിക്ക് സ്വാധീനം ചുലത്തുവാനിടയായി. പല ദൈവദാസന്മാരും പ്രാരംഭത്തിലേക്ക് എനിക്ക് നല്ല ഉപദേശങ്ങൾ തന്നിരുന്നു. ലവ് ആർമി ക്രൂസൈഡ് എന്ന് പറഞ്ഞ മിഷണറി സംഘടനയിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി ഏകദേശം 1 വർഷത്തോളം തികയുന്ന ഈ വരുന്ന ഞായറാഴ്ച 25-ാം തീയതി 1 വർഷം തികയും. ഒരു ദൈവഭക്തൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജെ വിൽസൺ എന്നാണ്. അദ്ദേഹം ഒരു മിഷണറി വര്യനാണ്. അദ്ദേഹം ഒത്തിരി മിഷണറിമാരെ വടക്കേന്ത്യയിലേക്ക് അയച്ചു. അദ്ദേഹം നല്ല ഉപദേശങ്ങൾ, പ്രാർത്ഥന, കൈത്താങ്ങ് ഒക്കെ തന്ന് ഞങ്ങളെ വളർത്താനിടയായി. അവിടെയുള്ള ആ ടീമിനോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുടെ നല്ല ഉപദേശങ്ങൾ, നല്ല നിർദ്ദേശങ്ങളൊക്കെ ഒരു ദൈവവേലക്കാരൻ എന്നുള്ള രീതിയിൽ എന്നെ കൈത്താങ്ങാനിടയായി. എന്നാൽ ഈ സത്യദൈവത്തെ അറിയുകയും പരിശുദ്ധാത്മാവിന് നിയോഗം പ്രാപിക്കുന്നതിന് മുമ്പ് പല രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു തലവേദന പോലും മാറിയ അനുഭവങ്ങളില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം എന്നെ നിറച്ച് കർത്താവിൻ്റെ വേലക്കാരനാക്കി മാറ്റിയപ്പോൾ മാരകവ്യാധികൾ മാറുന്നു. അനേകം പേരുടെ സുവിശേഷം പറയുമ്പോൾ അവർ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്നു. മദ്യപാനികൾ മനം തിരിഞ്ഞു വരുന്നുണ്ട്. തലമുറകളില്ലാത്ത
ഇല്ലാത്തവർക്ക് പ്രാർത്ഥനയാൽ തലമുറകൾ ലഭ്യം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കുന്നത് കാണാനിടയായി. ഇപ്പോൾ അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുടെ ചുമതലക്കാരനായി നിന്ന് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലവ് ആർമി ക്രൂസൈഡ് എന്ന മിഷണറി സംഘടനയിൽ ഞാൻ കർത്താവിൻ്റെ വേലക്കാരനായിരിക്കുന്നു. അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെടുമങ്ങാടിനടുക്കൽ ഒരു ചർച്ച് നടത്തി വരുന്നുണ്ട്. കുറേ സാധാരണപ്പെട്ട പാവപ്പെട്ട കുറച്ച് വിശ്വാസികൾ അവിടെയുണ്ട്. ആ സ്ഥാനത്ത് ശുശ്രൂഷകനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പലതരത്തിലുള്ള ശുശ്രൂഷകൾ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. ഗ്രാമസുവിശേഷീകരണം ലക്ഷ്യമാക്കി ഹൗസ് വിസിറ്റുകൾ, അതുപോലെ തന്നെ ഏകദിന കൺവെൻഷൻ, ബഹുദിന കൺവെൻഷൻ യോഗങ്ങൾ, ട്രാക്റ്റ് മിനിസ്ട്രി, വ്യത്യസ്തമായ ശുശ്രൂഷകൾ പലയിടങ്ങളിലായിട്ട് ചെയ്തു വരുന്നുണ്ട്. ധാരാളം ചെറുപ്പക്കാരെ കഴിഞ്ഞ നാളുകളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഭാഗ്യം തന്നു. നിരവധി മദ്യപാനികളൊക്കെ കർത്താവിൻ്റെ കൃപയാൽ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനിടയായി. വീട്ടിനും നാട്ടിനും ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് സമൂഹം തള്ളിക്കളഞ്ഞ പല യൗവനക്കാരായ സഹോദരങ്ങളും യേശുവിനും പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഇനി അതിൻ്റെ 10 മടങ്ങായി അനേകം പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുമ്പിലോട്ട് പോകുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷകളുടെ വിവിധ മേഖലകളിൽ സാധു സഹായ പദ്ധതികൾ, അതുപോലെ തന്നെ ഗ്രാമസുവിശേഷീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൺവെൻഷൻ യോഗങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ നിലവാരത്തിലുള്ള ശുശ്രൂഷകൾ നടത്തി വരികയാണ്. അപ്പോൾ ചെയിൻ പ്രയർ, മുഴുരാത്രി പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കോട്ടേജ് മീറ്റിംഗ്, ഫാസ്റ്റിംഗ് പ്രയർ, വ്യത്യസ്തമായ ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ധാരാളം ദേശങ്ങളിൽ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തുന്നത് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ഒരു യോഗ്യതയുമില്ലാതിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആർക്കും സ്വസ്ഥത കൊടുക്കാത്ത, വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒന്നും സ്വസ്ഥതയില്ലാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ക്രിസ്തു കൃപയിലേക്ക് വന്നപ്പോൾ എനിക്ക് തിരിച്ചറിയുവാനും അതുപോലെ ആയിരിക്കുന്ന അനേകം വരെ സുവിശേഷം പറഞ്ഞ് ആ സുവിശേഷ മാർഗത്തിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കി. ഞാനൊരിക്കലും യേശുവിനെ അറിഞ്ഞതൊരു മതത്തിൻ്റെ സ്ഥാപകനായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. യേശു അങ്ങനെയല്ല. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്, അല്ലാതൊരു മതം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. ഞാൻ പലയിടത്തും കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഉച്ചൈസ്വരം വിളിച്ചു പറയാറുണ്ട്, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. കാരണം സകല മാനവജാതിയുടെയും രക്ഷകനാണ് യേശു കർത്താവ്. ഒരു മതത്തിൻ്റെ ദൈവമല്ല യേശു. ഞാനങ്ങനെ ബൈബിളിൽ കണ്ടിട്ടില്ല, ഞാനങ്ങനെ അനുഭവിച്ചിട്ടില്ല. കർത്താവ് പാപികളെ രക്ഷിപ്പാനുള്ള ലോകത്തിലേക്ക് വന്നത്. ഒരുപക്ഷെ ഈ എൻ്റെ സാക്ഷ്യവും എൻ്റെ ദൈവവിളിയും എന്നുള്ള ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവമായിട്ട് യേശുവിനെ കാണുന്നെങ്കിൽ തെറ്റിപ്പോയെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെയല്ല, രക്ഷിക്കുന്നവനാണ് യേശു. നമ്മുടെ പാപപരിഹാരത്തിനായി യേശു സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നു. 33.5 വർഷക്കാലം ഇവിടെ ആയിരുന്നു. ഒടുവിൽ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. വീണ്ടും കർത്താവ് പറഞ്ഞു, ഞാൻ മടങ്ങി വരും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണമെന്ന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് കർത്താവ് നൽകുന്ന ഉറപ്പ്. ഇനി യേശു കർത്താവ് ക്രൂശീകരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ശേഷവും അനവധി വ്യക്തികൾക്ക് കർത്താവ് പ്രത്യക്ഷനായി. ഒടുവിൽ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ 2 ദൂതന്മാർ ആകാശമണ്ഡലത്തിൽ വെളിപ്പെട്ടിട്ട് അവർ പറയുകയാണ്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അപ്പോൾ ദൂതന്മാർ ഉറപ്പിക്കുകയാണ് യേശു കർത്താവ് വീണ്ടും വരും. വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലൂസ് തെസ്സലോനിക്ക ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇതെല്ലാം യേശു കർത്താവ് തന്ന ഉറപ്പുണ്ട്, ദൂതന്മാർ തന്ന ഉറപ്പുണ്ട്, അതുപോലെ തന്നെ അപ്പോസ്തലൻ തരുന്ന ഉറപ്പുണ്ട്. അതുമാത്രമല്ല 300-ലധികം പ്രാവശ്യം യേശു കർത്താവ് വീണ്ടും വരുമെന്ന് പുതിയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ യേശു കർത്താവ് വരുമ്പോൾ നാമമാത്രം ആളുകൾ മാത്രമായി പോകണമെന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം.
അതുകൊണ്ട് പരമാവധി ആളുകളെ നരകത്തിൽ നിന്ന് കൊള്ളയിട്ട് സ്വർഗത്തെ നിറയ്ക്കുന്നവരാക്കി നമ്മൾ മാറണം. അതിനുവേണ്ടി തലങ്ങും വിലങ്ങും ദേശത്തിലൂടെ കടന്നുപോയി എന്തെല്ലാം രീതിയിൽ യേശു കർത്താവിനെ ഉയർത്തുവാൻ പറ്റുമോ, പാട്ടിലൂടെയാകട്ടെ, പ്രസംഗത്തിലൂടെയാകട്ടെ, പ്രബോധനങ്ങളിലൂടെയാകട്ടെ, കൂട്ടായ്മകൾ ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലാകട്ടെ, നമ്മൾ അഹോരാത്രം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും ഈ സാക്ഷിയും ഈ ദൈവവിളി എന്നുള്ള ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാരെങ്കിലും ക്രിസ്തുവേലിയുടെ മുഖത്ത് വന്ന് മന്ദതയിലോ പിന്മാറ്റത്തിലോ തണുത്തുപോയോ ഭയപ്പെട്ടോ ഇരിപ്പുണ്ടെങ്കിൽ, അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നു, സഹോദരന്മാരെ നിങ്ങളെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിനെന്നാണ്. നമ്മെ വിളിച്ച ഒരു വിളിയുണ്ട്. നമ്മൾ വിളിച്ച വിളി സാധാരണ വിളിയല്ല. രാഷ്ട്രീയക്കാരോ മതക്കാരോ വിളിച്ചതുപോലെയല്ല യേശു കർത്താവിൻ്റെ നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് പരമവിളിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു എന്ന. പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പൗലോസ് ഓടുന്നു എന്നാണ് പറയുന്നത്. സുവിശേഷം പറയുവാൻ നമുക്കൊരിക്കൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ജീവിപ്പിക്കുന്ന സന്ദേശമാണ്, കൊല്ലുന്ന മാർഗമല്ല ഇത്. എവിടെയെല്ലാം ദൈവാലയങ്ങൾ തകർക്കപ്പെട്ടു, എവിടെയെല്ലാം ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെട്ടു, അവിടെ ഒരു പ്രതിഷേധ യോഗം നമ്മൾ കണ്ടിട്ടില്ല. പകരം ആരെയും കൊല്ലുന്നത് കണ്ടിട്ടില്ല. കാരണം ഇത് ജീവിപ്പിക്കുന്ന മാർഗമാണ്. ഇത് തിരിച്ചറിയുവാൻ ഹൈന്ദവനായി ജനിച്ചു വളർത്തപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭ്യമായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ സമാധാനത്തിൻ്റെ മാർഗം, ഈ സ്നേഹത്തിൻ്റെ മാർഗം, ഈ ഐക്യതയുടെ മാർഗം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. ഞാൻ ഈ ദിവസത്തിൽ നിങ്ങളോട് ഈ പറയുന്ന സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ടാൽ നിശ്ചയമായിട്ടും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരുവാനിടയായിത്തീരും. പാപത്തിൻ്റെ അടിമത്തത്തിലോ പിശാചിൻ്റെ അടിമത്തത്തിലോ മറ്റ് ലോക ഇമ്പങ്ങളുടെ ലഹരികളുടെ ഏതെങ്കിലും അടിമത്തത്തിൽ ആയിരിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കതിൽ നിന്നൊരു വിടുതലുണ്ട്. അത് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വിടുതലാണ്. യേശു കർത്താവ് സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. വേദപുസ്തകം നിങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതിന് ബന്ധനമില്ലാത്തതാണ്, ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇത് വിശ്വസിക്കുന്നവർക്ക് അത് വിടുതലാണ്. വചനം പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയുമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വേൾഡ് ടു വേൾഡ് എന്ന് പറയുന്ന ഈ TV ചാനലിലൂടെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദേശങ്ങളുടെ നടുവിൽ ഒരു വ്യക്തിയെ കൂടെയെങ്കിലും കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ അതിനുള്ള ഒരു വലിയ തത്രപ്പാടും ആവേശവും നിങ്ങൾ കാണിച്ചാൽ നിശ്ചയമായിട്ടും അവരും ഈ സ്വർഗീയ നന്മകളിലേക്ക് വരുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞത് മതത്തിൽ നിന്നും മതത്തിലേക്ക് ചേർക്കുന്ന സന്ദേശമല്ല ഞാൻ ഈ പറഞ്ഞത്, മറിച്ച് സ്നേഹത്തിലേക്ക്. ദൈവം ആത്മാവാകുന്നു, സ്നേഹമാകുന്നു ദൈവം. ആ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഈ ഉപദേശമായിട്ട് പറഞ്ഞത്. ഞാൻ ഹൈന്ദവ മാർഗത്തിൽ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം നൽകി. മതം മാറിയതല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ മനസ്സിനാണ് മാറ്റം തന്നത്. എൻ്റെ ജീവിതം അതിനുവേണ്ടി ദൈവം രൂപാന്തരപ്പെടുത്തി. നിശ്ചയമായിട്ടും എൻ്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ദൈവവചനം പഠിക്കാനും വായിക്കുവാനും ഒക്കെ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലും വലിയവനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കും. നിങ്ങളിലൂടെയും അനേകം പേരെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിപ്പാനിടയായിത്തീരും. നിങ്ങൾ സ്വർഗത്തിലേക്ക് അനേകം പേരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നവരായിത്തീരും. ദൈവം അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ദൈവവിളി എന്ന സന്ദേശം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ ദൈവിക മാറ്റങ്ങളെക്കുറിച്ച് സുവിശേഷ വേലയിലേക്ക് എന്നെ ഓർതിരിച്ച് കൊണ്ടുവന്ന് ദൈവത്തെക്കുറിച്ചൊരു സന്ദേശം പറയുവാൻ വേൾഡ് ടു വേൾഡ് എന്ന TV ചാനലിലൂടെ നിങ്ങളോട് ചില നിമിഷങ്ങൾ സംഭാഷിക്കുവാൻ, ഈ എൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ ദൈവം കൃപയാൽ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും മഹത്വവും കരയറ്റുകയാണ്. പാരമ്പര്യ അക്രൈസ്തവ കുടുംബത്തിൽ അനാചാരങ്ങളുടെ പിന്നാലെ, അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെ പിന്നാലെ, ബഹുദൈവ വിശ്വാസത്തിൽ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയ എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയ, പാപത്തിൻ്റെ വഴികൾ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ അതേ യേശു കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങൾക്കും അത് ഒരു അനുഗ്രഹമായി മാറും. ഒരിക്കലും മതത്തിലേക്ക് പോകുന്ന അനുഭവമല്ല ഇത് ദൈവസ്നേഹത്തിലേക്ക് വരുന്നതാണ്. അതിനുവേണ്ടി സർവശക്തനായ ദൈവം ഈ ചെറിയ സന്ദേശത്തിലൂടെ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. എനിക്കിതിന് അവസരമൊരുക്കി തന്ന ഈ TV ചാനലിലെ സംഘാടകരോട് പ്രത്യേകമായ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.